ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ടാലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് നിസാർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടാലിയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് എങ്ങനെ ഓൺലൈനിൽ എക്സാം എഴുതിയിട്ട് നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇതൊരു ഓൺലൈൻ വെബ്സൈറ്റ് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അതിൻ്റേതായുള്ള വാല്യൂ ഈ സർട്ടിഫിക്കറ്റിന് ഉണ്ടാവുള്ളൂ. എന്നാലും നമ്മൾക്ക് ഈ സർട്ടിഫിക്കറ്റ് എക്സാം എഴുതി നോക്കിയിട്ട് നമ്മുടെ ടാലിയുടെ സ്കില്ല് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നമുക്കൊരു സർട്ടിഫിക്കറ്റ് നേടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നേരെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും. ടെക് വ്യൂ ടീം എന്നാണ് അവരുടെ വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് എക്സാം എഴുതാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിന് ഏറ്റവും താഴെ കാണുന്ന ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ക്രിയേറ്റ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ അതിൽ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് യൂസർ നെയിമാണ് ചോദിക്കുന്നത്. യൂസർ നെയിം നമ്മൾ എന്തെങ്കിലും ഒരു പേര്, അതായത് ആ യൂസർ നെയിം ഓൾറെഡി അതിൽ അവൈലബിൾ ആണെങ്കിൽ ആ യൂസർ നെയിം നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ അവൈലബിൾ ആയില്ല അല്ലാത്തൊരു പേര് കൊടുക്കണം. അപ്പോൾ നമ്മൾ പേരിന് ശേഷം എന്തെങ്കിലും ഒരു അക്കോ അല്ലെങ്കിൽ ഒരു നമ്പേഴ്സൊക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കത് അവൈലബിൾ ആവും. അതിനുശേഷം ഒരു പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ക്യാപ്സിലാവണം. അതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ അവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ പാസ്വേഡ് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മളതിന് ശേഷം അതിന് താഴെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അതിന് താഴെ വീണ്ടും ഇമെയിൽ അഡ്രസ്സ് എഗെയിൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്, അതിലും കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. പേര് ഫുൾ നെയിം അതുപോലെ കൊടുക്കുക. അതിന് താഴെ നമ്മൾ കൺട്രി ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഏറ്റവും താഴെ കാണുന്ന ക്രിയേറ്റ് മൈ ന്യൂ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്രിയേറ്റ് മൈ ന്യൂ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ ജിമെയിലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മെയിൽ അഡ്രസ്സ് ഏതാ കൊടുത്തിട്ടുണ്ട് ആ മെയിൽ അഡ്രസ്സിലേക്ക് ഒരു മെയിൽ കൺഫർമേഷൻ മെയിൽ വരും. ആ മെയിലൊന്ന് നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് ലോഗിൻ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ഓൾറെഡി അത് കൺഫർമേഷൻ മെയിൽ കൊടുത്തതാണ്. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പോവാണ്. ആ മുകളിൽ കാണുന്ന ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാനുള്ള ഒരു കോളം വരും. അവിടെ നമ്മൾ എന്താണ് യൂസർ നെയിം കൊടുത്തിട്ടുള്ളത് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പാസ്വേഡ് നമ്മൾ എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതും എൻ്റർ ചെയ്ത് കൊടുക്കുക. മെയിൽ ഐ ഡി അല്ല കൊടുക്കേണ്ടത്, യൂസർ നെയിമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ സൈറ്റ് ഓപ്പൺ ആവും, ലോഗിൻ ആവും. ഈ വെബ്സൈറ്റ് ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ സർട്ടിഫിക്കേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടാലിൻ്റെ ഓപ്ഷൻസ് എവിടെയാണെന്ന് നോക്കാം. ജസ്റ്റ് ആ സൈറ്റിലൊന്ന് നമുക്ക് തപ്പി നോക്കാം. സൈറ്റിൻ്റെ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ടാലി എക്സാം എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ടാലി എക്സാം എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ടാലി എക്സാം ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ആയിട്ടുള്ള ഒരു ഇത് വരും. ഇനി നമുക്ക് നേരെ എക്സാമിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എൻറോൾ മീ എന്ന് പറഞ്ഞ് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ടാലിയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു മെനുവിലേക്ക് പോകാൻ പറ്റും. സ്ക്രീനിൽ ഏറ്റവും താഴെ കാണാം നമുക്ക് ക്ലിക്ക് മീ ടു സ്റ്റാർട്ട് ദ എക്സാം എന്നാണ് പറഞ്ഞൊരു ലിങ്ക് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 30 മിനിറ്റാണ് എക്സാമിൻ്റെ ടൈം വരുന്നത്. അതിൽ 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇവിടെ സ്ക്രീനിൽ കാണുന്ന അറ്റംപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രീൻ വരും. ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞ് ഒരു 30 മിനിറ്റാണ് നമ്മുടെ എക്സാമിൻ്റെ ടൈം എന്നൊക്കെ പറഞ്ഞ് യു മസ്റ്റ് ഫിനിഷ് ദ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞ് കാണാം. സ്റ്റാർട്ട് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മുടെ ടൈം ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ് എക്സാമിൻ്റെ. അപ്പോൾ നമുക്കവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം, ദ ടാക്സ് കളക്റ്റഡ് ബൈ ദ എംപ്ലോയർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കാണാം. അതിൻ്റെ താഴെ അതിൻ്റെ ഓപ്ഷൻസും കാണാം. അതിൽ നമുക്ക് ഏതാണോ അതിൻ്റെ കറക്റ്റായ ആൻസർ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെ നമുക്കവിടെ ടൈം കാണിക്കുന്നുണ്ടാവും. അതുപോലെ 60 ക്വസ്റ്റ്യൻസാണ് കാണിക്കുന്നത്. ഓരോന്ന് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് പേജ് അടിക്കുക. ഇത് ഓരോ ക്വസ്റ്റ്യൻ ആൻസറും നമുക്ക് നോക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. അത് കാരണം ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗം മാത്രമാണ് ഈ കാണിക്കുന്നത്. അതായത് എക്സാം കഴിഞ്ഞിട്ട് ഇനി സർട്ടിഫിക്കറ്റ് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് എക്സാം പാസ്സായില്ലെന്നുണ്ടെങ്കിൽ 1, 2, 3 അറ്റംപ്റ്റ് ചെയ്തിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ്. എക്സാം എല്ലാം കഴിഞ്ഞാൽ ടാലി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വ്യൂ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കാണാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് താഴെ ഡൗൺലോഡ് ആവുന്നുണ്ടാവും. ഡൗൺലോഡായിട്ട് നമുക്കൊരു ടാലിയുടെ ഒരു സർട്ടിഫിക്കറ്റ്, നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവർ നമുക്ക് നൽകുന്നതാണ്.
അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും ചിലപ്പോൾ. അപ്പോൾ 2-3 തവണ ശ്രമിച്ച് നോക്കിയാൽ നിങ്ങൾക്കും ഇത് ഈസി ആയിട്ട് സക്സസ് ആകാൻ പറ്റുന്നതാണ്. ഇതുപോലെ നമുക്ക് സർട്ടിഫിക്കറ്റ് വരുന്നതാണ്. എത്ര പെർസെൻറ്റേജ് മാർക്ക് നമ്മളതിൽ അച്ചീവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞതിൽ കാണാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ടാലിയുടെ സ്കില്ല് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് എക്സാം എഴുതിയാലേ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ക്ലാസ്സായിട്ട് കാണുന്നവർക്കും സി യു ബൈ. ഹാവ് എ നൈസ് ഡേ.